മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ മേഘനെ പോലുള്ള ഒരുത്തന് ഇതുപോലുള്ള ഒരു തിരിച്ചടി ആവശ്യമാണെന്നാണ് മാർക്കോ പറയുന്നത്. മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്നവന് സ്വന്തം കുടുംബജീവിതം തകരുമ്പോഴുള്ള വേദന എന്താണെന്ന് മനസ്സിലാക്കണം. അവൻ്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ തെറ്റുകൾ അവന് മനസ്സിലാവുള്ളൂ എന്ന് പറയാം കേട്ടോ മാർക്കോ. അത് കഴിഞ്ഞ് നിനക്കെതിരെ അവൻ തിരിയുമ്പോഴാണ് അവനെ ഞാൻ നിരത്തിലിട്ട് പൊതിരെ തല്ലാൻ പോകുന്നതെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാഗറിന് വളരെയേറെ സന്തോഷമാവുകയാണ്. പിന്നീടാണെങ്കിൽ ദുർഗയും കരുണയും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. കരുണ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് പോലും അവൾ ആലോചിച്ചില്ല. പ്രേതമായിട്ട് വന്ന് അവൾ എന്നെയും പേടിപ്പിച്ചു എന്ന് കരുണ പറയുമ്പോൾ, അന്നൊരു ദിവസം ഉണ്ണേട്ടൻ്റെ ഒപ്പം കാറിൽ പോയപ്പോൾ ഞാൻ അവളെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതവൾ എനിക്ക് മനഃപൂർവ്വം ദർശനം തന്നതാ. അത് കണ്ടിട്ടെങ്കിലും എൻ്റെ കുഞ്ഞ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അടുത്തത് അവളുടെ ശ്രമം അതിനു വേണ്ടിയിട്ടായിരിക്കും മോളെ എന്ന്. അവൾ ഏത് വിധേനയും മോളുടെ കുഞ്ഞിനെ കളയും. അവൾക്കില്ലാത്ത ഭാഗ്യം മോൾക്കുണ്ടാവുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ കരുണ പറയുന്നുണ്ട്, സ്വത്തെല്ലാം അവളുടെ പേരിലേക്ക് പോവുകയാണല്ലോ അമ്മേ. ദുർഗ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, പിന്നെ ഒരു സമാധാനം, അതൊന്നും അനുഭവിക്കാൻ മറ്റാരും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണെന്ന് പറയാണ്. കരുണ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകാൻ മാർഗങ്ങളുണ്ടല്ലോ അമ്മേ. ഇനി അവൾ ആ മാർഗങ്ങൾ സ്വീകരിച്ചാൽ സ്വത്തിന് അവകാശങ്ങളുണ്ടാവില്ലേ എന്ന് കരുണ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഒന്നും പറയാനൊന്നും പറ്റില്ല മോളെ. കാരണം നമ്മളോടുള്ള വാശിക്ക് അവളും അവനും ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ അവിടേക്ക് ഒരു കാറ് വന്ന് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എത്തി 2 എന്ന് പറഞ്ഞ് ദുർഗ അവിടേക്ക് പോകുന്നുണ്ട്. കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഗൂഢാലോചന നടത്തുകയാണോ? പുതിയ എന്തെങ്കിലും പ്ലാനിങ്? ദുർഗ പറയുന്നുണ്ട്, അല്ല, എല്ലാം ഇവളുടെ പേരിൽ നിന്ന് എഴുതി വെക്കാൻ പോവുകയല്ലേ. ഇവൾക്കിനി സുന്ദരമായൊരു പടം പിടിക്കാം, ഒരു നല്ല സിനിമ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിലാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വീടിനകത്ത് നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് കണ്ണൻ പറയുമ്പോൾ ദുർഗയും അതുപോലെ കരുണയും ആകെ വല്ലാണ്ടാവുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഇൻസ്പെക്ഷന് പോകുന്നുണ്ട്. ആ സമയം അവിടെ വാമദേവനും ഉണ്ണിയും അവിടെ നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മി അപായപ്പെടുത്താനുള്ള എല്ലാ പരിപാടികളും ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ. മഹാലക്ഷ്മി വന്നതുപോലെ ആവരുത് തിരിച്ചു പോവാൻ, അവളുടെ ശവമായിരിക്കണം ഇവിടുന്ന് കൊണ്ടുപോകണമെന്നാണ് വാമദേവനും ഉണ്ണിയും മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. എന്നാൽ അവിടെയും മഹാലക്ഷ്മിക്ക് രക്ഷകനായിട്ട് എത്തുന്നത് മാർക്കോ തന്നെയാണ്. മാർക്കോനെ എല്ലാ മേൽനോട്ടങ്ങളും കണ്ണൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കോ അവിടെ എത്തുന്നത് കാണുമ്പോൾ ഈ പ്ലാനുകളും വെറുതെയായി പോകുമെന്ന് വാമദേവനും ഉണ്ണിക്കും മനസ്സിലാവുകയാണ്. എന്തായാലും അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.